ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? കഴിഞ്ഞ ഒരു വീഡിയോ, ഏറ്റവും പ്രിയപ്പെട്ട നമ്മൾ എന്നുള്ളൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നില്ലേ? അതിന് ശേഷം നമ്മുടെ ഈ ചാനലിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കുറേ പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. സന്തോഷം, സ്നേഹം, എല്ലാവരെയും നമ്മളിങ്ങനെ ചേർത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഈ സാധാരണ ജീവിതമല്ലേ, ഈ സാധാരണ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ ഇന്നുണ്ടാവും എന്നാണ് പ്രതീക്ഷ. ഒന്ന്, സ്കൂളിൽ നിന്ന് നല്ലൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. കുട്ടികൾ ഭയങ്കര ത്രില്ലില്ല. ഇന്ന് അവിടെ ഫുഡ് ഫെസ്റ്റ് നടക്കുക, ഭക്ഷ്യമേള. സൗഹൃദ ക്ലബിൻ്റെ നേതൃത്വത്തിൽ, സ്കൂളിൽ ജയശ്രീ ടീച്ചറുടെ നേതൃത്വത്തിൽ സൗഹൃദ ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട് സ്കൂളിൽ. അപ്പോൾ അവരുടെ ഒരു പരിപാടിയാണ് ഫുഡ് ഫെസ്റ്റ്. എല്ലാ വർഷവും നടത്താറുണ്ട്. ഇന്ന് ഈ വർഷം നല്ല കേമായിട്ടാണ് ഇന്നാണ് നടക്കുന്നത്. അതാണ് ആദ്യത്തെ പരിപാടി. രണ്ടാമത്തെ പ്രോഗ്രാം, അത് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മറ്റൊരു പരിപാടിയാണ്. നമ്മുടെ 2 ആവേശങ്ങൾ, ചെറിയ ചെറിയ നമ്മുടെ സന്തോഷങ്ങളും ആവേശങ്ങളും, അല്ലെങ്കിൽ ആണ്. ഒന്ന് പഠിപ്പിക്കുക, മറ്റൊന്ന് കല, അല്ലേ? അതിൽ രണ്ടാമത്തെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സിനിമയാണ്. അപ്പോൾ ഒരു സിനിമയുടെ ഭാഗമായിട്ട് പ്രൊമോഷനല്ല, ഒരു പ്രിവ്യൂവിൻ്റെ ഭാഗമായിട്ട് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ പ്രിയപ്പെട്ട ചെറിയ മോൻ പോകാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മിനിറ്റ്. അല്ല, ഞാൻ ഒരു ഇതിൽ സംസാരിക്കുകയാണ്, ഇപ്പോൾ വരാം. വണ്ടിയുടെ. അപ്പോൾ എന്താ വെച്ചാൽ, പിന്നെ എന്താ പറഞ്ഞു വന്നത്? അപ്പോൾ അവനെ നമ്മുടെ ഈ സിനിമയുടെ വളാഞ്ചേരി കുറേ നമുക്ക് സിനിമാ സുഹൃത്തുക്കളുണ്ട്. സുഡാനി ഫ്രം നൈജീരിയൊക്കെ ചെയ്ത സക്കറിയ ഉണ്ടല്ലോ, സക്കറിയ. പിന്നെ സിനിമ നടൻ അനീഷ് ജി മേനോൻ. പിന്നെ ഇങ്ങനെ കുറേ സുഹൃത്തുക്കൾ സിനിമയിൽ നമുക്കുണ്ട്. അവിടെ കുറച്ച് സുഹൃത്തുക്കൾ. പിന്നെ സിനിമയുടെ വിശേഷങ്ങൾ പിന്നീട് പറയാം. നമ്മുടെ ഒരു സിനിമ ജനുവരി 24-ാം തീയതി വലിയൊരു സിനിമ ഇറങ്ങുന്നുണ്ട്, അലീന. ഒക്കെ നമുക്ക് പ്രതീക്ഷയുടെ ഒരു കൊല്ലാണത്. അപ്പോൾ പറഞ്ഞു വന്നത്, ആ സക്കറിയ അഭിനയിച്ചൊരു സിനിമ ഇന്ന് റിലീസാവുകയാണ്. കമ്മ്യൂണിസ്റ്റ് പച്ച അഥവാ അപ്പ എന്ന് പേരായിട്ട്. വളാഞ്ചേരി കാർത്തികയിൽ അതിൻ്റെ ഒരു പ്രിവ്യൂ ഷോ ഉണ്ട്. പ്രിവ്യൂ അല്ല, ഒരു സ്പെഷ്യൽ ഷോ ഉണ്ട്. അതിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, വിളിച്ചിരുന്നു. അപ്പോൾ എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പൂക്കാട്ടിരി മുഹസിനാണ് വിളിച്ചത്. അപ്പോൾ അവരെയൊക്കെ കുറേ കാലങ്ങൾക്ക് ശേഷം അവരെയൊക്കെ എല്ലാവരും കാണാൻ പറ്റും. അപ്പോൾ അതുണ്ട്. അങ്ങനെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നുള്ളത്. അതിൻ്റെ വിശേഷങ്ങളായിട്ട്, വീഡിയോസായിട്ട് നമുക്ക് ഇതിൽ കാണാം. ഓക്കെ. അപ്പോൾ ഇവിടെ സ്കൂളിലെത്തി. ഇനി സ്കൂളിൽ നടക്കുന്ന പ്രോഗ്രാംസിൻ്റെ വിഷ്വൽസ് നമുക്കൊന്ന് കാണാം. നമ്മുടെ സ്കൂളിൻ്റെ ഗേറ്റാണ്. ഇത് നമ്മുടെ സഹപ്രവർത്തകനും എഴുത്തുകാരനും കവിയുമായിട്ടുള്ള ചരിത്ര അധ്യാപകൻ നിസാമുദ്ദീൻ സാറാണ്. ഇതിൻ്റെ വിഷ്വൽസ്. സ്റ്റാളുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. സ്റ്റാളുകളുടെ തയ്യാറെടുപ്പിലാണ്. ആവുന്നേ ഉള്ളൂ. ആളുകൾ ഒരുക്കുന്ന തിരക്കിലാണ്. ഒരു ആഘോഷത്തിൻ്റെ മൂഡിൽ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും, അല്ലേ? ഇതാണ് പ്രസവം. ഇവിടെ വാ. ഇന്നത്തെ ചാനലുണ്ടാവും, നിങ്ങൾ വേണമെങ്കിൽ കണ്ടോളൂ. ആദ്യമായി പ്രാർത്ഥന. കുട്ടികളെല്ലാവരും ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്തോളൂ. 10 മണിയാണ് നമ്മൾ പറഞ്ഞ സമയം. അതിന്റെ പരിപാടിയിലേക്ക് കിടക്കുകയാണ് ഞങ്ങളിതാ. ഉദ്ഘാടനം നടക്കുകയാണ്, അതിന്റെ പരിപാടികൾ നടക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പലുണ്ട്, അദ്ദേഹത്തെ കാണുന്നില്ല, ടീച്ചർ വിളിക്കാൻ പോകുന്നുണ്ട്. പിന്നെ നമ്മള് ആണ് ഞങ്ങളെ സ്കൂളിന്റെ മുത്ത്. ഞങ്ങൾ മുൻ പ്രിൻസിപ്പളാണ്, ഞങ്ങളുടെ റോൾ മോഡലാണ്, ഞങ്ങൾ പ്രിയപ്പെട്ട ബാലന്മാർ. സ്നേഹത്തിൻ്റെ ചാനലിൽ നമ്മളെ ചാനലിൽ കൊടുക്കണം. ഞങ്ങൾ പ്രിയപ്പെട്ട ബാലന്മാർ റിട്ടയർ ചെയ്തിട്ടും സ്കൂളിന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം അർപ്പിക്കുന്ന മാതൃകാ അധ്യാപകൻ, നമുക്കൊരു റോൾ മോഡലാണ്.
സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ക്ലബിന്റെ നേതൃത്വത്തിൽ കാത്തിരുന്ന ഒരു പരിപാടി എന്ന് വേണമെങ്കിൽ പറയാമെന്ന് തോന്നുന്നു. പ്രസിഡന്റ് കഴിച്ചു ഉദ്ഘാടനം ചെയ്യുന്നു. കൈയടിക്കോ. നമ്മളെ കട്ട ചങ്കുകളാട്ടാ. അഭിനവ്, അഭിജിത്ത് അവരുടെ ഇതൊന്നുമില്ല, നന്നായി പോണു, അടിപൊളി കട. ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ കാഴ്ച ഇന്നത്തെ. എന്താ ആഘോഷം, എന്താണ് ഉത്സാഹം. ടീച്ചറുടെ സമ്മാനം അൺബോക്സ് ചെയ്യാൻ പോലെ ഈ പുതുവർഷത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആദ്യത്തെ സമ്മാനമാണ് 2025. ജനിച്ചേക്കണേ. വാവ്. ടീച്ചറുടെ പുതിയ സമ്മാനം. ശരി, ഞാനൊന്ന് നമസ്കാരം. സ്കൂളത്തെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു. രണ്ടാമത്തെ പ്രോഗ്രാമിന് പോവുക. ഞാൻ പറഞ്ഞ ആ സിനിമയുടെ പരിപാടിക്ക് അതും കൂടി ചേർത്ത് ഇതിൽ ആഡ് ചെയ്യുമ്പോൾ തോന്നുന്നു ഭയങ്കരമായിട്ട് ലാഗാവും തോന്നുന്നുണ്ട്. ലാഗല്ല, ലെങ്ത്ത് കൂടും. അപ്പോൾ ഞാൻ അതടുത്തൊരു പരിപാടിയായിട്ട് ചെയ്യാം. അപ്പോൾ ഈ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും നന്ദി. ഈ സിനിമയുടെ പരിപാടി ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. ശരി.